ഹലോ! ഇന്നൊരു സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഫോർത്ത് സാറ്റർഡേ ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് ലീവാണ്. അപ്പോൾ നമ്മളൊരു ഫിലിമിന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ 2 ഫിലിമുണ്ട്. അതിലേതിൽ കയറണം എന്നുള്ള ഡൗട്ടിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തിയേറ്ററിലെത്തിയിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ തിയേറ്റർ, ചെമ്പകശ്ശേരി സിനിമാസ്. ഇരിഞ്ഞാലക്കുടയുള്ള എല്ലാ ആൾക്കാർക്കും ഒരുവിധം അറിയാവുന്ന ഒരു തിയേറ്ററാണ്. ഞങ്ങളൊരുവിധം എല്ലാ പടങ്ങളും ഇവിടെ വന്നിട്ടാണ് കാണാറുള്ളത്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ധനുഷിൻ്റെ ഈ റായൻ എന്ന് പറയുന്ന ഫിലിമിന് കയറാമെന്ന് വിചാരിച്ചു. നല്ല പടമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ കച്ചേരിവിളപ്പ് കഫേയിലാണ് കേട്ടോ. ഈ കഫേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് ശരിക്കും ഒരു പഴയ കോടതിയാണ്. ശരിക്കും ആ കോടതിയുടെ അതേ ആംബിയൻസിൽ തന്നെയാണ് ഇവർ ഈ കഫേയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. അത് തന്നെയാണ് ഈ ഒരു കഫേയുടെ സ്പെഷ്യാലിറ്റിയും യുണീക്നെസ്സും. ഇവിടുത്തെ കൊത്തു പൊറോട്ട ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ മുന്നേ കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്നത് ഓർഡർ ചെയ്യുന്നില്ല. കാരണം ഒരുപാട് വട്ടം കഴിച്ചിട്ടുള്ളതായതുകൊണ്ട്. കണ്ടോ, ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം ശരിക്കും ഒരു കോടതിയാണ്. ശരിക്കും ഇത് കുഞ്ഞൊരു പ്ലോട്ടാണ്. പക്ഷേ ഇവർ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നല്ല നീറ്റായിട്ടും ക്രിയേറ്റീവായിട്ടും ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ഒരു കഫേയുടെ സ്പെഷ്യാലിറ്റി. കണ്ടോ, വളരെ ചെറിയൊരു സ്ഥലമാണ്. നന്നായിട്ട് അത് അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇവിടുത്തെ ഫുഡും അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡും ആംബിയൻസും ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കഫേയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, എന്നാലും എൻ്റെ ഫേവറേറ്റ് ആണ്. എന്നാലും എനിക്ക് പിന്നെയും വരാനാണ് ഇവിടേക്ക് ഇഷ്ടം. പിന്നെ ഇത് അവിടെ ഇരിഞ്ഞാലക്കുടയുടെ ചരിത്രവും അതുപോലെ ഈ കോടതിയുടെ ചരിത്രം ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഫുഡ് കഴിക്കുക എന്നുള്ളത് ഒരു ഇത് മാത്രമല്ല, കുറച്ച് സമയം നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബുക്കൊക്കെ വായിച്ചൊരു കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളും ഇവിടെ വന്നിട്ട് അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ കട്ട്ലേറ്റും അതുപോലെ ഫലൂഡയായിരുന്നു. റെഗുലർ ഫലൂഡയും ഒരു ബട്ടർ സ്കോച്ച് ഫലൂഡയായിരുന്നു. രണ്ടും അടിപൊളിയായിരുന്നു. കട്ട്ലേറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ ടേബിളിൽ കൊടുക്കണം കണ്ടപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഓർഡർ ചെയ്തതാണ്. കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടായിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു. ഇവിടുത്തെ ഫുഡിൻ്റെയൊക്കെ പ്രത്യേകത അത് തന്നെയാണ്. നല്ല ഫ്രഷ് ഫീലാണ്. പിന്നെ ഫലൂഡ കണ്ടാലറിയാം, കുറേ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഫലൂഡയായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. 130 അത്രയും കൂടായിരുന്നു റേറ്റ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ഞങ്ങളത് രണ്ടും കഴിച്ചു. രണ്ടും അടിപൊളിയായിരുന്നു. വയറ് ഫുള്ളായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നട്ട്സൊക്കെ ഇട്ടുള്ള കാരണം ഹെൽത്തി ആയിരുന്നു. പിന്നെ ഇത് അവിടെ അവർ ബില്ല് തന്ന ഒരു ബോക്സ് കണ്ടോ, നല്ല യുണീക്കായിട്ടില്ല. പിന്നെ ഇങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ക്രിയേറ്റീവായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം വീഡിയോയിൽ എടുത്തിട്ടില്ല. ഒരുപാട്